ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലിവർ വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മട്ടൻ്റെ ലിവറാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോയോളം ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം, എന്നിട്ട് വരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചേക്കുവാണ്. പാന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇവയെല്ലാം കൂടെ ചതച്ചെടുത്തൊരു പേസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് ഒരു സവാളയാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിതിൽ വഴറ്റിയെടുക്കുമ്പോൾ അത് താനങ്ങ് ഉടഞ്ഞു പോവും. ചെറിയുള്ളിയും കൂടെ ചേർത്തെടുത്ത് പിന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ അതേ 5 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നല്ല പോലെ സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിയ പീസായിട്ട് ഉടയാതെ കിടക്കുന്ന ചെറിയുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, പിന്നെ 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മസാലപ്പൊടികൾ 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാലപ്പൊടികളൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ലിവർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കുവാണ്. നമ്മുടെ ലിവർ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരാനും വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതേ എല്ലാം ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലിവറൊക്കെ ഒന്ന് കുക്കായിട്ട് വരാനും വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നമ്മുടെ ലിവർ കഷ്ണങ്ങളൊക്കെ ഏകദേശം കുക്കായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 തക്കാളി വലിയ പീസായിട്ട് കട്ട് ചെയ്തതും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി നല്ല ഡാർക്ക് കളറായി വരുന്നത് വരെ നമുക്കിത് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് ഞാനിത് തുറക്കുവാണ്. നമ്മുടെ കണ്ടോ ഗ്രേവിയൊക്കെ നല്ല പോലെ കുറുകി നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല വരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലിവർ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയും ദോശ, അപ്പം, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.